7ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് പാട്ടിനും നാടകത്തിനും പുറകെ പോയ പെൺകുട്ടി. അവൾ വളർന്നു വലുതായി വലിയൊരു നടിയായി, മലയാള സിനിമയുടെ പ്രിയപ്പെട്ട മുഖമായി. മഹേശ്വരി ആദ്യകാലത്ത് KPSCയിൽ ഗായികയായിരുന്നു. പിന്നീട് നടിയായി വളർന്നു. സ്വയംവരം, അനുഭവങ്ങൾ, പാളിച്ചകൾ, കൂട്ടുകുടുംബം, ശരശയ്യ, തുലാഭാരം, അങ്ങനെ KPSCയുടെ പ്രധാനപ്പെട്ട നാടകങ്ങളിലെല്ലാം ഭാഗമായി. തോപ്പിൽ ഭാസിയുടെ കൈപിടിച്ച് നാടകത്തിൽ നിന്നും ആ പെൺകുട്ടി സിനിമയിലെത്തി. തോപ്പിൽ ഭാസി അവൾക്ക് പുതിയൊരു പേരും നൽകി, KPSC ലളിത. ആയിരത്തി 1970 ഉദയയുടെ ബാനറിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന സിനിമയിൽ ആദ്യമായി അഭിനയിക്കുമ്പോൾ KPSC ലളിതയ്ക്ക് പ്രായം 23 ആയിരിക്കണം. 10ാം വയസ്സിൽ അരങ്ങിലെത്തിയ ആ പെൺകുട്ടിക്ക് അഭിനയമല്ലാതെ മറ്റൊരു തൊഴിലും അറിയില്ല. അറിയാവുന്ന ജോലി ഭംഗിയായി ചെയ്ത് മരണം വരെ അവർ വിസ്മയിപ്പിച്ചു. മലയാളത്തിലും തമിഴിലുമായി 600-ലേറെ സിനിമകളെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. ഇതിനിടെ 2 വട്ടം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും 4 വട്ടം സംസ്ഥാന പുരസ്കാരവും നേടി. ശരിക്കും KPSC ലളിതയെ നമ്മൾ നടിയായിട്ടാണോ കണ്ടത്? കവിയൂർ പൊന്നമ്മയോടുള്ള അമ്മ സ്നേഹമല്ല മലയാളിക്ക് KPSC ലളിതയോടുള്ളത്. ലളിത ചേച്ചി എന്നാണ് എല്ലാവരും വിളിക്കാറ്. സ്വന്തം വീട്ടിലെ കുശുംബിയായ അമ്മായിയായും മകളായും മരുമകളായും ഭാര്യയായും അമ്മായിയമ്മയായും ഒക്കെ നമുക്കിടയിൽ ജീവിക്കുകയായിരുന്നു അവർ. നാച്ചുറൽ ആക്ടിങ്ങിനെ പറ്റി നമ്മളൊക്കെ പറഞ്ഞു തുടങ്ങിയത് ഈ അടുത്ത കാലം തൊട്ടല്ലേ? അതിനും എത്രയോ മുൻപ് അതെന്താണെന്ന് കാണിച്ചു തന്ന നടിയാണ് KPSC ലളിത. ഒരു അഭിനേതാവിന് ശരീരം മാത്രമല്ല ടൂൾ എന്ന് മതിലുകളിലെ ശബ്ദം കൊണ്ട് അവർ തെളിയിച്ചു തന്നു. ശബ്ദം കൊണ്ടും ചിരി കൊണ്ടും നോട്ടം കൊണ്ടും വിസ്മയിപ്പിച്ച ആ നടിയെ എന്ത് പേരിട്ടാണ് വിശേഷിപ്പിക്കുക? ചിലർ അവരുടെ അസാന്നിധ്യം കൊണ്ട് അവർ ആരായിരുന്നുവെന്ന് പറയാതെ പറയും. ജീവിച്ചിരുന്ന 74 വർഷത്തിൽ 64 വർഷവും ലളിത ചേച്ചി നമുക്കൊപ്പം ഉണ്ടായിരുന്നു. തിരശീലയിലായിരുന്നു ആ സാന്നിധ്യമെന്ന് ഒരിക്കൽ പോലും തോന്നിപ്പിക്കാത്ത വിധം നമ്മളിൽ ഒരാളായി. ഏത് കാലം കാണാൻ തുടങ്ങിയതാണ് മലയാളികൾ KPSC ലളിതയെ? എത്ര തലമുറകൾ! മണിച്ചിത്രത്താഴിലെ ഭാസുരയെ എങ്ങനെ മറക്കും? തേന്മാവിൻ കൊമ്പത്തെ കാത്തുചേച്ചിയോ, വിയറ്റ്നാം കോളനിയിലെ പട്ടാളം മാധവി, ഗോഡ്ഫാദറിലെ കൊച്ചമണി, വെങ്കലത്തിലെ കുഞ്ഞിപ്പെണ്ണ്, കോട്ടയം കുഞ്ഞച്ചനിലെ ഏലിയാമ്മ. പൊന്മുട്ടയിടുന്ന താറാവിൽ KPSC ലളിതയുടെ കഥാപാത്രത്തിന്റെ പേര് ഭാഗ്യരഥി എന്നായിരുന്നു. ലോഹിതദാസിന്റെ രചനയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് 1991 പുറത്തിറങ്ങിയ സിനിമയാണ് കനൽക്കാറ്റ്. അതിൽ നത്തുനാരായണനായ മമ്മൂട്ടി കല്യാണം കഴിക്കുന്ന സ്ത്രീയാണ് KPSC ലളിതയുടെ ഓമന. അധികം സ്ക്രീൻ സ്പേസ് ഇല്ലാഞ്ഞിട്ടും ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ച് ഓർക്കുന്നത് ആ കഥാപാത്രത്തെ അവരെങ്ങനെ അവതരിപ്പിച്ചു എന്നതുകൊണ്ടാണ്. ഭീഷ്മപർവത്തിലാണ് KPSC ലളിതയെ അവസാനമായി ബിഗ് സ്ക്രീനിൽ കണ്ടത്. പകയും പ്രതികാരവും മനുഷ്യരൂപം പൂണ്ടു നിന്ന കഥാപാത്രം. അസ്വസ്ഥതയോടെ അല്ലാതെ ആ കഥാപാത്രത്തെ കണ്ടു തീർക്കാനാകില്ല. സൗമ്യയായി ചിരിച്ചു സംസാരിക്കുന്ന KPSC ലളിതയെ ആ കഥാപാത്രത്തിന്റെ പരിസരത്ത് പോലും കാണാനാകില്ല. അങ്ങനെ കയ്യിലെത്തപ്പെട്ട ഓരോ വേഷങ്ങളും തനിയാവർത്തനങ്ങളില്ലാതെ അവതരിപ്പിച്ച് ഭാവാഭിനയത്തിന്റെ ഉയരങ്ങൾ കാട്ടി അവർ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിൽ 2 തവണയാണ് KPSC ലളിത അഭിനയം അവസാനിപ്പിച്ചു പോയത്. രണ്ടിനും കാരണം ഒരാളായിരുന്നു. ഭരതനുമായുള്ള വിവാഹശേഷം കുടുംബത്തിന് ശ്രദ്ധ കൊടുക്കാൻ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു. അന്ന് ആ നടിയെ നിർബന്ധിച്ച് വീണ്ടും അഭിനയിപ്പിക്കുന്നത് ഭരതൻ തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഭരതന്റെ വിയോഗത്തിന് ശേഷമായിരുന്നു 2ാമത്തെ പിന്മാറ്റം. ജീവിതത്തിലെ താങ്ങ് പോയെന്ന് തോന്നിയപ്പോൾ കാലിടറിപ്പോയ സാധാരണ സ്ത്രീ. മക്കളുടെ നിർബന്ധത്തിലാണ് വീണ്ടും അഭിനയിക്കാൻ പോയതെന്ന് പിന്നീടൊരിക്കൽ KPSC ലളിത തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നിർബന്ധത്തിൽ നമുക്ക് കിട്ടിയ സിനിമയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. സിനിമ ഭാഗ്യത്തിന്റെ ട്രപ്പീസ് കളിയാണ്. അവിടെ നിരവധി കഥാപാത്രങ്ങളായി ജീവിക്കാൻ അവസരം ലഭിച്ച ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കലാകാരിയാണ് KPSC ലളിത. ഭരതന്റെ പല ക്ലാസിക് സിനിമകളിലും ലളിതയ്ക്ക് മികച്ച വേഷങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ സിനിമകളിൽ ഭാര്യ വന്ന് അഭിനയിച്ചു പോകുകയായിരുന്നില്ല. ജീനിയസായ സംവിധായകൻ അയാളുടെ കഥാപാത്രങ്ങളെ ആ നടിയെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഭംഗിയുള്ള അലൈൻമെന്റ് ആയിരുന്നു അത്. അമരത്തിലൂടെയാണ് KPSC ലളിതയ്ക്ക് ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിച്ചത്. കാറ്റത്തെ കിളിക്കൂട്, ചിലമ്പ്, അമരം, വെങ്കലം, അങ്ങനെ ഭരതൻ സിനിമകളിലെ ലളിതയെ ഓർത്തെടുക്കാൻ തന്നെ രസമാണ്. മരണം വരെ അഭിനയിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ച കലാകാരിക്ക് അവർ വിശ്വസിച്ചതുപോലെ ദൈവമോ അല്ലെങ്കിൽ കലയെ മാത്രം ഉപാസിച്ച കലാകാരിക്ക് കാലം തിരിച്ചു നൽകിയതോ എങ്ങനെ പറഞ്ഞാലും അത് മലയാളത്തിന്റെ ഭാഗ്യമായിരുന്നു. ഞാൻ മരിച്ചു പോയാൽ എന്നെ ഓർക്കുമോ എന്ന് മതിലുകളിൽ നാരായണി ചോദിക്കുന്നുണ്ട്. അതിന് നായകൻ പറയുന്ന ഉത്തരം, പ്രിയപ്പെട്ട നാരായണി, നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുമുണ്ട്. അതെ, പ്രിയപ്പെട്ട ലളിത ചേച്ചി.
നിങ്ങളുടെ അടയാളം മലയാള സിനിമയിൽ എന്നുമുണ്ട്, ഉണ്ടാകും, അത്രമാത്രം.